ലെഗസി മീഡിയയെ കടത്തി വെട്ടിയിട്ടാണ് യൂട്യൂബേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ദേശവിരുദ്ധരായ സോഷ്യൽ മീഡിയക്കാരുണ്ട്, ദേശസ്നേഹികളായ സോഷ്യൽ മീഡിയക്കാരുമുണ്ട്. ബ്ലാങ്കറ്റായിട്ട് സോഷ്യൽ മീഡിയ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പർ ഹാൻഡ് ഇപ്പോഴും ഈ പ്രോ ഭാരത്, പ്രോ ഇന്ത്യ ശക്തികൾക്കാണ്. പൗരന് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടതില്ല? അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജനകീയ സർക്കാരും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആരെയും പേടിക്കാനില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ അവരുടെ ഐഡൻറ്റിറ്റി ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ള സിഗ്നൽ കൊടുത്താൽ മാത്രം മതി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചോ? ഈ ചോദ്യം ഇന്ന് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പല നീക്കങ്ങളും ആസൂത്രണം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഏറുന്നത്. പക്ഷേ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ, വളരെ സത്യസന്ധമായ വിമർശനം ഉയർത്തുന്നവർ, പല കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർ, അവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണം എന്ന് പറയുന്നവർ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത്? ഇത് സർക്കാരിനെ വിമർശിക്കുന്നവരുടെ എല്ലാം തന്നെ വായടപ്പിക്കുന്നതിന് വേണ്ടിയാണോ? രാജ്യവിരുദ്ധർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടി.ജി. മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. രാജ്യവിരുദ്ധർ സോഷ്യൽ മീഡിയയെ അടിസ്ഥാനമാക്കി ഒരുമിച്ച് ചേർന്ന് ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകുന്നു. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇൻ്റലിജൻസ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പാണ്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി ഈ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഏറുകയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പാറ്റ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതിൽ രാജ്യത്തെ യുവാക്കളെ സ്വാധീനിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ തിരിക്കുവാനുള്ള ശ്രമം നടക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാതെ ഒട്ടേറെ പേർ ഇതിൽ പങ്കാളികളാകുന്നു. ഇത്തരത്തിൽ ഉള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? മുൻപ് പല സംഭവങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ലിയോ, സോഷ്യൽ മീഡിയയിൽ ദേശവിരുദ്ധർ മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരുടെയും വലിയൊരു സംഘം സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതിന് ഇപ്പോൾ തന്നെ നിയന്ത്രണമുണ്ട്. നിയന്ത്രണമില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നിയന്ത്രണമുണ്ട്. സർക്കാർ വിചാരിച്ചാൽ ഇത് നിയന്ത്രിക്കാനും പറ്റും. പക്ഷെ ആ നിയന്ത്രിക്കുന്ന സംവിധാനം സത്യസന്ധമായിട്ടും ന്യായയുക്തമായിട്ടും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സർക്കാരിന് ഇഷ്ടമില്ലാത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. അതേസമയം സർക്കാരിന് വിരുദ്ധമായ പോസ്റ്റുകളും ഇതുപോലെ ദീർഘകാലം അവിടെ തന്നെ കിടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. പലരും മുറവിളി കൂട്ടാറുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഈ ഹാൻഡിൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ഇതിങ്ങനെ നിലനിൽക്കുന്നത്, ഇത് എടുത്തു കളയാൻ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഗോസ് അൺആൻസേർഡ്. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ലിയോയും ഇത് കാണുന്ന മറ്റ് പലരും അത് കണ്ടു കാണും. നിർമ്മല സീതാരാമൻ ഒരു ഡെപ്പോസിറ്റ് സ്കീം അനൗൺസ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. യൂട്യൂബിലാണ്, ഫേസ്ബുക്കിലും ഉണ്ട്. 21,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ 20 ലക്ഷമോ 22 ലക്ഷമോ മറ്റോ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ഒരു മഹാശുദ്ധ തട്ടിപ്പ് സ്കീം. അത് നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്യുന്നു. ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തി അനൗൺസ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്യുന്നു. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി നിർമ്മല സീതാരാമനെ കുറ്റപ്പെടുത്തുന്നു, ഇത്ര നല്ലൊരു സ്കീം ഉണ്ടായിട്ട് നിങ്ങളിത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിർമ്മല സീതാരാമൻ പറയും ഇതൊക്കെ പാർലമെൻറ്റിന് ലൈവ് കാണിക്കുന്ന പോലെയാണ്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ആ സാധനം എടുത്തു കളയാൻ സാധിക്കുന്നില്ല. ധനമന്ത്രിയല്ല, കേന്ദ്ര ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നിരന്തരം അത് വന്നുകൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിലും വരുന്നു, യൂട്യൂബിലാണ് കൂടുതൽ. അപ്പം ഇത് എടുത്തു കളയാൻ അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല, എത്രയോ പേരുടെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ.
അതെ. പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്യുന്നുമില്ല. ഇതിൽ രോഷം പൂണ്ടിട്ട് ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇതിൻ്റെ പേരിൽ ഞാൻ പരാതി അയക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ആർക്ക് പരാതി അയക്കും നിങ്ങൾ? അവരിത് കാണുന്നില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ കടൽ പോലത്തെ വലിയ ഓഫീസാണ്. ആരും ഈ ഒരു സാധനം കാണുന്നില്ലേ? രാഹുൽ ഗാന്ധിയുടെ ആൾക്കാർ കാണുന്നില്ലേ? നാരായണമൂർത്തിയുടെ ആൾക്കാർ കാണുന്നില്ലേ? എല്ലാവരും കാണുന്നൊക്കെയുണ്ട്. പക്ഷേ നോബഡി കെയേഴ്സ്, അതങ്ങ് പൊക്കോട്ടെ എന്നാണ്. തട്ടിപ്പിൽ പെട്ടവൻ പെട്ടു, ഒരാൾ പെട്ടു അതിനകത്ത്. അയാളുടെ ഒരു 22,000 രൂപ പോവുകയും ചെയ്തു. അതെ. അങ്ങനെ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിയന്ത്രണം ഉണ്ടായിട്ടും സർക്കാർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സെലക്റ്റീവായിട്ട് മാറും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ 118A എന്ന് പറഞ്ഞ് കേരള പോലീസ് ആക്റ്റിൽ ഒരു വകുപ്പ് എഴുതി ചേർത്ത് ഈ നിയന്ത്രണം കൊണ്ടുവരാൻ നോക്കി. അതിനെ നിശിതമായിട്ട് എതിർത്ത ആളാണ് ഞാൻ. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ആദ്യം ആഘോഷിച്ചു. സോഷ്യൽ മീഡിയയ്ക്ക് പൂട്ട് വീഴാൻ പോകുന്നു. സോഷ്യൽ മീഡിയ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയയും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല. മെയിൻ സ്ട്രീമാണോ ലെഗസി മീഡിയ എന്ന് നമ്മൾ പറയും, പരമ്പരാഗത മീഡിയ, അതായത് TV ചാനലുകൾ. നമ്മളിപ്പോൾ ഞാനും ലിയോയും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതെ. ലെഗസി ചാനലുകൾക്ക് നിയന്ത്രണം വേണ്ടേ? അവരും ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഇപ്പോൾ CJPയുടെ കാര്യം നോക്കുക, കോക്രോച്ച് ജനതാ പാർട്ടി. അവരെ വെച്ച് ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയ്ക്കൊപ്പം കേരളത്തിലെ ലെഗസി മീഡിയയും കൂടെയാണ്. എന്തോ തെക്ക് വടക്ക് തിരിയാത്ത കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് TV സ്റ്റുഡിയോയിലിരുത്തി ഡിബേറ്റ് നടത്തിയത് ആരാണ്? ആ പിള്ളേരെ ഞാൻ കുറ്റം പറയുകയില്ല. അവർക്ക് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. അവർ ഭരണഘടനയെപ്പറ്റി സംസാരിക്കുന്നു. ഒടുവിൽ ഗ്രൗണ്ടിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ജന്തർ മന്ദറിൽ ഒരു ചെറുക്കനോട് കയ്യിലെന്തായിരിക്കുന്നത്? ഭരണഘടന. ഒന്ന് തുറന്ന് കാണിക്കുമ്പോൾ അതൊരു ഡയറിയാണ്. അപ്പോൾ അയാളുടെ വാദം, ഇതാണ് എൻ്റെ ഭരണഘടന, ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, അതാണ് ഈ രാജ്യത്തിൽ നടപ്പിലാക്കേണ്ടത്. ഭരണഘടനയെപ്പറ്റി പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത പയ്യൻ അവനെന്നിട്ട് ആർഗ്യൂ ചെയ്യുന്നു, വല്ലവരും എഴുതിയ ഭരണഘടന ഞാൻ എന്തിനനുസരിക്കണം? ഞാൻ എഴുതിയ ഭരണഘടന അനുസരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിള്ളേർ. ഇവർ സോഷ്യൽ മീഡിയയിൽ വലിയ 2 കോടി ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഗ്രൗണ്ടിൽ എത്ര പേരുണ്ടായിരുന്നു? 1000 പേര് തികച്ചുണ്ടായിരുന്നില്ല. അത് പറയാൻ സോഷ്യൽ മീഡിയ ഉണ്ടായി. ഗ്രൗണ്ടിൽ ആളില്ല കേട്ടോ എന്ന് ആദ്യം നാട്ടുകാരെ അറിയിച്ചത് സോഷ്യൽ മീഡിയ, യൂട്യൂബേഴ്സാണ്. ലെഗസി മീഡിയ അത് കാണിച്ചില്ല. മലയാളത്തിലെ ലെഗസി മീഡിയ മുഴുവൻ ചാനലുകളെല്ലാം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനം ചാനൽ ഒഴിച്ച് ബാക്കി ആരും ജന്തർ മന്ദർ ലൈവ് ചെയ്തില്ല. അവിടെ ആളില്ലാഞ്ഞിട്ടല്ല, ആളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൽ ആൾ വേണ്ടേ, സമരക്കാർ വേണ്ടേ? അവരില്ല. ആകെ 10-300 പേരേ ഉള്ളൂ. വലിയ നാണക്കേട്. ഒടുവിൽ ഉച്ചതിരിഞ്ഞപ്പോൾ ആനി രാജ വന്നിട്ടൊരു ഷോ കാണിച്ചിട്ട് പോയി. അങ്ങനെ അപഹാസ്യമായിട്ട് കലാശിച്ചു ആ സംഭവം. പക്ഷേ അപ്പോൾ പോലും ഈ അപഹാസ്യമായിട്ട് കലാശിച്ച സംഭവത്തിന് രാജ്യം കൊടുക്കേണ്ടി വന്ന സെക്യൂരിറ്റിയുടെ ചിലവുണ്ടല്ലോ. 500 പോലീസുകാർ, സംവിധാനങ്ങൾ, ഇത് ഡ്രോൺ വെച്ച് അവിടെ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന സകലവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. ഓരോരുത്തരുടെയും ഫോട്ടോ ഡൽഹി പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇനി അടുത്ത അജിറ്റേഷൻ വരുമ്പോൾ ഈ സ്ഥിരം ആന്തോളൻ ജീവികളുണ്ടല്ലോ, അവരിറങ്ങിക്കഴിഞ്ഞാൽ അവർ പിടിക്കപ്പെടും. ഇപ്പോഴും ഈ വന്ന 300 പേരിൽ കുറേ അധികം പേര് JNUവിലെ ആന്തോളൻ ജീവികളായിരുന്നു. അവരെയൊക്കെ കൃത്യമായിട്ട് TV-ക്കാർക്ക്, യൂട്യൂബേഴ്സിനൊക്കെ അറിയാം. ലെഗസി മീഡിയയെ കടത്തി വെട്ടിയിട്ടാണ് യൂട്യൂബേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ദേശവിരുദ്ധരായ സോഷ്യൽ മീഡിയക്കാരുണ്ട്, ദേശസ്നേഹികളായ സോഷ്യൽ മീഡിയക്കാരുമുണ്ട്. കറക്റ്റ്. അവർ ഒരുപക്ഷെ കേരളത്തിലടക്കം, മലയാളത്തിലടക്കം ദേശസ്നേഹികളുടെ എണ്ണമാണ് കൂടുതൽ. ദേശദ്രോഹികളുടെ എണ്ണം കുറവാണ്. മലയാളം സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതൊക്കെ എടുത്ത് നോക്കിക്കോളൂ.
അവരുടെ എണ്ണമാണ് കൂടുതൽ. അവരാണ് നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലപ്പോഴും കൗണ്ടർ നരേറ്റീവ് ദേശവിരുദ്ധർ നടത്താൻ ശ്രമിക്കുമെങ്കിലും അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് പൊതുവേ കണ്ടുവന്നിട്ടുള്ളത്. അവർ ഉയർത്തുന്ന ഓരോ പ്രശ്നത്തിനും ഇമ്മീഡിയറ്റ് മറുപടി കൊടുക്കാനും ആ നരേറ്റീവ് പൊളിച്ചു കളയാനും ഇപ്പുറത്ത് ദേശസ്നേഹികളുടെ ഒരു കൂട്ടമുണ്ട്. അവരെല്ലാം ചെറുപ്പക്കാരാകണമെന്നില്ല, മധ്യവയസ്സ് കഴിഞ്ഞവരോ വൃദ്ധന്മാരോ വൃദ്ധകളോ ഒക്കെ ഉണ്ടാവാം. ഏതായാലും രാജ്യത്തിൻ്റെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വലിയൊരു സംഘം സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ട് ബ്ലാങ്കറ്റായിട്ട് സോഷ്യൽ മീഡിയ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പർ ഹാൻഡ് ഇപ്പോഴും ഈ പ്രോ ഭാരത്, പ്രോ ഇന്ത്യ ശക്തികൾക്കാണ്. ആൻറ്റി ഇന്ത്യക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നു. അവരെ ആഘോഷിക്കാൻ ലെഗസി മീഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ലെഗസി മീഡിയയിൽ വരുന്നവരാണല്ലോ എപ്പോഴും സൊസൈറ്റിയിൽ ഹീറോസ് ആകുന്നത്. രാഷ്ട്രീയക്കാരോ അരാഷ്ട്രീയക്കാരോ ഒക്കെ ഹീറോ ആകുന്നത് ലെഗസി മീഡിയയിൽ വന്നിട്ടാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഹീറോ ആകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അപ്പം അത് കൂടിക്കൂടി വരുന്നുണ്ട്, പക്ഷേ ആസ് സച്ച് വളരെ കുറവാണ്. ഇതൊക്കെ കൊണ്ടാണ് സോഷ്യൽ അതെ മീഡിയ. അതെ, അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാരണം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവർ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ അതിനെ മറിച്ച് രീതിയിലും ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. അവിടെയാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നുള്ള വാക്ക് ഏറ്റവും പ്രസക്തമാകുന്നത്. ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടെയും അതുപോലെ തന്നെ ഷാർപ്പായുമുള്ള നടപടിയാണ് വേണ്ടത്. ഏത് തരത്തിലുള്ള നിയന്ത്രണമായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്? അതിന് എത്രത്തോളം സാധ്യമാണ്, എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം. അത് പ്രാക്ടിക്കലാണ്, സാധ്യവുമാണ്. എത്രത്തോളം എന്നുള്ളതിനും ഉത്തരവുണ്ട്. ആദ്യം ഈ സോഷ്യൽ മീഡിയയിലെ അനോണിമസ് ഏർപ്പാട് അത് എടുത്തു കളയുക. ഇൻ ദ സെൻസ്, എനിക്ക് വേണമെങ്കിൽ നാരായണൻകുട്ടി എന്നുള്ള പേരിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറക്കാം, ഫൈൻ. പക്ഷേ ഞാനൊരു അതോറിറ്റിയെ യഥാർത്ഥത്തിൽ ഞാൻ മോഹൻദാസ് ആണ് എന്നറിയിച്ചിരിക്കണം. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അവരവരുടെ ഇതുമായിട്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക, പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ലിങ്ക് ചെയ്യുക. ഈ ഒറിജിനലി ഈ ആളാരാണ് എന്ന് ഒരു അതോറിറ്റി അറിഞ്ഞിരിക്കണം. അയാളത് പുറത്ത് പറയില്ല എന്നുള്ള നിയമവും വേണം. എല്ലാവരെയും ഒളിച്ച് മറച്ച് ഞാൻ തോന്നിയ ദിവസം എഴുതിക്കൊണ്ടും പാടിക്കൊണ്ടും നടക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് അനോണിമസ് ആവാം. പലർക്കും പല കാര്യങ്ങളും പറയാനായിട്ട് സ്വന്തം പേരിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ വേറെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ആരാണ് എന്ന് സർക്കാരിൻ്റെ ഒരു അതോറിറ്റി അറിഞ്ഞിരിക്കണം. ആ അതോറിറ്റിയും സ്വതന്ത്ര അതോറിറ്റി ആയിരിക്കണം, സർക്കാരിൻ്റെ ജോലിക്കാരാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി അവർ ജനങ്ങളെ ഹറാസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പിണറായി വിജയൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. പിണറായി വിജയൻ ആ ഒരു ആയുധം കയ്യിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ സോഷ്യൽ മീഡിയക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ ഉപയോഗിച്ച് കളയും. അത് ഭയന്നിട്ട് ഞാനതിനെ എതിർത്തു. ഞാൻ ഗവർണറെ പോയി കണ്ട ആ ഓർഡിനൻസ് ഒപ്പിടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ബഹളം നടത്തിയത് കൊണ്ട് 10 പേര് ഇത് അറിഞ്ഞു. ഉത്തരേന്ത്യക്കാർ ഇടപെട്ടു. പ്രശാന്ത് ഭൂഷൺ അവരിവരൊക്കെ ട്വീറ്റ് ചെയ്തു, ഇത് പിണറായി ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ ആ ഓർഡിനൻസ് പിൻവലിച്ചു. അങ്ങനെയാണ് ആ പ്രശ്നം തീരുന്നത്. അപ്പോൾ ഈ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ 100% സത്യസന്ധരും സ്വാർത്ഥതയില്ലാത്തവരും എന്നൊക്കെ വിചാരിക്കുന്നു. ബട്ട് അങ്ങനെയല്ല. അവർക്ക് അവരുടെ ഭരണകൂടത്തിന് അതിൻ്റേതായ സ്വാർത്ഥതയുണ്ട്. നമ്മളുടെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നിയന്ത്രണങ്ങളോ ഉണ്ടാവരുത്. ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. പക്ഷേ അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. അങ്ങനെ വരാറില്ല. ഉത്തരവാദിത്വരഹിതമായിട്ട് പെരുമാറുന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ നിയന്ത്രണം വേണം. പക്ഷേ ആര് നിയന്ത്രിക്കും? അതൊരു ചോദ്യമാണല്ലോ. നിയന്ത്രിക്കുന്ന ആൾ പക്ഷപാതപരമായിട്ട് പെരുമാറിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട്
സർക്കാരിൻ്റെ ഭാഗികമായ നിയന്ത്രണം മാത്രമുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം. വേറൊന്ന്, ഈ പ്ലാറ്റ്ഫോം എല്ലാം തന്നെ അമേരിക്കയിലാണ് ഇരിക്കുന്നത്. യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഒക്കെ അമേരിക്കക്കാരൻ്റെയാണ്. അവൻ്റെ പുറത്ത് എന്ത് നിയന്ത്രണമാണ് നമുക്കുള്ളത്? ഒരു നിയന്ത്രണവുമില്ല. അപ്പോൾ അവൻ്റെ ഇവിടെയുള്ള റെപ്രസെൻറ്റേറ്റീവ്, അയാൾ അതിന് ഉത്തരവാദിയായിരിക്കണം. അയാളുമായിട്ട് ഈ അതോറിറ്റിക്ക് കറസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ കുറേശ്ശെ അത് ആയി വരുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത് ഇന്ത്യൻ കോടതികളോ ഇന്ത്യൻ പോലീസോ അവരോട് ആവശ്യപ്പെട്ടാൽ അവർ ഒരു പ്രത്യേക യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യും. അതല്ലെങ്കിൽ ചെയ്യില്ല. പ്രൈവറ്റായിട്ടുള്ള കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് ചെയ്യില്ല. പക്ഷേ ഇന്ത്യൻ പോലീസിനെ കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കോടതികളെ കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള പാട് എനിക്ക് ലിയോയ്ക്കും അറിയാമല്ലോ. പെട്ടെന്നൊന്നും ഒരു ഉത്തരവ് കിട്ടുകയില്ല, കോടതിയിൽ നിന്നും കിട്ടില്ല. പോലീസ് അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവർ പെട്ടെന്ന് കയറി ആക്ട് ചെയ്യും. അതല്ലെങ്കിൽ അവർ പറയും, അയച്ചിട്ടുണ്ട്, ഞങ്ങൾ യൂട്യൂബിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവരെടുത്ത് കളഞ്ഞില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഉള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് കുറേ കൂടെ ഇഫക്റ്റീവ് ആക്കുക. അത് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരും പരാജയമാണ്, കേന്ദ്ര സർക്കാരും പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ഒരു കാര്യം, അതായത് തുടക്കത്തിൽ തന്നെ നിർമ്മല സീതാരാമൻ്റെ വീഡിയോയെ പറ്റി പറഞ്ഞത് കൃത്യം. അതെ, വേറൊരു വിഷയം, അതായത് നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരെ ആരെന്ത് പറഞ്ഞാലും അവർ ക്രൂശിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായിരുന്നു, ഈവൻ IAS ഉദ്യോഗസ്ഥർ പോലും. പക്ഷേ IAS ഉദ്യോഗസ്ഥർക്ക് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. ഡോക്ടർ ഹാരിസിൻ്റെ കാര്യം, അതിനുശേഷം അദ്ദേഹം നേരിട്ട ഒരു ആക്രമണം അതിരൂക്ഷമായിരുന്നു. അതായത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു പറയുന്നു, ഗതികേടിൻ്റെ അങ്ങേയറ്റം എത്തിയിട്ടാണത് ചെയ്തത് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഈ വിമർശനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും? സോഷ്യൽ മീഡിയ അതിന് വലിയൊരു സഹായമാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും ഒരു ലെഗസി പ്രശ്നമാണ്, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ IAS ഉണ്ടാകുന്നത് ICSൽ നിന്നാണല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു ICS. ആ ICS അതേ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ IAS ആക്കി. അന്നുണ്ടായിരുന്ന ചട്ടങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലവിൽ. ഇടയ്ക്ക് വെച്ച് മാറും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും ബേസിക്കലി അന്നത്തെ ചട്ടങ്ങളാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്തായിരുന്നു? ജനങ്ങൾ ഒന്നും അറിയാൻ പാടില്ല. ഒരു സ്ഥലത്ത് വെടിവെപ്പ് നടന്നു, അവിടെ എത്ര പേര് മരിച്ചു എന്നറിയാൻ പാടില്ല. ഒരു പാലം പൊളിഞ്ഞു വീണു, ആരാണ് ആ പാലം പണിഞ്ഞത്, എന്താണതിൽ സംഭവിച്ചത്, എത്ര രൂപയ്ക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തത്, ഇതൊന്നും ജനങ്ങളെ അറിയാതെ സംരക്ഷിക്കുക. ഇതായിരുന്നു ബ്രിട്ടീഷ് കാലത്ത് അവരുടെ ആവശ്യം. അതേ ആവശ്യം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ തുടരുന്നത് എന്തിനാണ്? നമുക്ക് കുറേ കൂടെ ട്രാൻസ്പെറൻസി ആവാം. കറക്റ്റ്. ഈ വിവരാവകാശ നിയമം വന്നപ്പോൾ ഡോക്ടർ D. ബാബു പോൾ തമാശയ്ക്ക് പറഞ്ഞിരുന്നു, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടേണ്ട വിവരം 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ചോദിച്ച് വാങ്ങേണ്ട ഗതികേടായി എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ വിവരാവകാശ നിയമത്തിൻ്റെ ആവശ്യം തന്നെ എന്താ? ഒരു വിവരം നമ്മൾ നേരെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണ്ടേ? അതിന് സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേണ്ട ആവശ്യം, പിന്നെ അതിന് അപ്പലൻ്റ് അതോറിറ്റി, പിന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ, ഇതൊക്കെ എന്താ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പൗരന് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടതില്ല? അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജനകീയ സർക്കാരും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു നല്ല കാര്യമല്ല. ആ പ്രിൻസിപ്പൽ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് ഈ N. പ്രശാന്ത് IAS ചെയ്തത് മോശമാണ്, പുറത്ത് പറയാമോ, സർക്കാരിൽ അച്ചടക്കം വേണ്ടേ? N. പ്രശാന്ത് അച്ചടക്കം ഉള്ള ആൾ തന്നെയാണ്. ബട്ട് ഈ അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് തീരുമാനിക്കുന്നതാണ് അച്ചടക്കം എന്ന് വരുന്നിടത്താണ് പ്രശാന്ത് അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ള ആരോപണം വരുന്നത്. സാർ, യഥാർത്ഥത്തിൽ ഡോക്ടർ B. അശോക് ആണെങ്കിലും N. പ്രശാന്ത് ആണെങ്കിലും വളരെ വലിയ രീതിയിൽ ക്രൂശിക്കപ്പെടുകയായിരുന്നില്ലേ? ശരി ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചവർ അല്ലേ ഇവർ രണ്ടുപേരും? അല്ല, അത് ചെയ്തത് വേറൊരു IASകാരനാണ് താൻ. അതെ, അതല്ലേ? അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് അവരെ സസ്പെൻഡ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ആരും അല്ലല്ലോ, അവരുടെ ഫ്രറ്റേണിറ്റിയിൽ നിന്ന് തന്നെയാണ്. അതെ. അതേസമയം VD സതീശൻ
അതിൽ ഒരു നിലപാടെടുക്കുകയും അവരെ തിരിച്ചെടുക്കുകയും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും അവർക്കെതിരെയുള്ള എൻക്വയറി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എൻക്വയറി ക്യാൻസൽ ചെയ്തിട്ടില്ല. കറക്റ്റ്. വാസ്തവം പറഞ്ഞാൽ IAS-കാരുടെ പെരുമാറ്റച്ചട്ടം അതിനകത്തെ റൂൾ 24 വെച്ചിട്ട് ഒരു 2 വരി ഓർഡർ മുഖ്യമന്ത്രിക്ക് പാസ്സാക്കാവുന്നതേ ഉള്ളൂ. ഹാവിങ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് നോ സബ്സ്റ്റൻസ് behind the suspension of these 2 officers, the government has decided to take them back. Their suspension order and further proceedings are cancelled forthwith. They are requested to join immediately to the following post. എന്ന് പറഞ്ഞ് 2 പോസ്റ്റിൻ്റെ പേരും എഴുതി ഒരു ഓർഡർ കഴിഞ്ഞാൽ കഴിഞ്ഞു. അതെ. ബട്ട് അത് ചെയ്യാനായിട്ട് സതീശന് എന്ത് ചെയ്യേണ്ടി വന്നു? സതീശനെ കൊണ്ട് ചെയ്യിച്ചതാണ് അതെല്ലാം എന്ന് ഞാൻ കരുതുന്നു. എല്ലാ IAS-കാരെയും സ്ഥലം മാറ്റുക, കൂട്ടത്തിൽ ഇവരുടെ പോസ്റ്റിങ്ങും കൂടെ ഉൾപ്പെടുത്തുക, സ്വാഭാവികമായൊരു പ്രക്രിയയാണെന്ന് വരുത്തി തീർക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്ന് നോക്കി. അശോകിനെയും പ്രശാന്തിനെയും പോസ്റ്റ് ചെയ്യണമെങ്കിൽ മൊത്തം IAS-ൽ അഴിച്ചുപണി. അപ്പോൾ അതൊരു കുറ്റമല്ല. സർക്കാരിന് ഒരു അഴിച്ചുപണി നടത്താം, അതിനുള്ള അധികാരമുണ്ട്. ആ അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് ഇവരെ തിരിച്ചെടുത്തതെന്ന്. അല്ലാതെ ഇവരെ തിരിച്ചെടുത്തത് ഒരു പാപപരിഹാരമാണ് എന്നുള്ള മട്ടിലല്ല, ഒരു സ്വാഭാവിക നടപടിയാണെന്ന് വരുത്തി തീർക്കുക. ഇതിൻ്റെ ഈ സർക്കസിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അടച്ചൊരു അതല്ലെങ്കിൽ അടിമുടി ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്നതിന് പകരം വളരെ പക്വമായ രീതിയിൽ ശരിയായ രീതിയിൽ വിമർശനം ഉന്നയിക്കാൻ കഴിയുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. അതുപോലെ തന്നെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ നിയന്ത്രിക്കുവാൻ സംവിധാനവും ഉണ്ടാകണം. അത് ഒരു ഗവൺമെൻറ് ഇതര സംവിധാനമായിരിക്കണം. ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ പൂർണ്ണമായ നിയന്ത്രണം കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായവും അങ്ങേക്കുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ദേശവിരുദ്ധരെ നിയന്ത്രിക്കുവാൻ ഇന്റലിജൻസ് സംവിധാനം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ഇൻ്റർനെറ്റിൽ കൂടുതൽ അന്വേഷണം നടത്താൻ, ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ അന്വേഷണം നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്. അതൊക്കെയാണ് വേണ്ടത് അല്ലേ സർ? തീർച്ചയായിട്ടും. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ അനോണിമസ് പരിപാടി അവസാനിപ്പിച്ചാൽ തന്നെ ഇൻ്റർനെറ്റിലെ കളി കുറേ അധികം കുറയും. യെസ്. നിങ്ങളുടെ പേര് വേറൊരാൾക്ക് അറിയാം, ഒരു അതോറിറ്റിക്ക് അറിയാം എന്ന് വന്നാൽ തന്നെ നിങ്ങൾ വളരെ കോഷ്യസ് ആകും. ഇപ്പം ചീത്ത വിളിക്കുന്ന ആൾക്കാരില്ലേ, അവരെ ആരാണ്? ഘടോൽക്കജൻ എന്നുള്ള പേരിലാണ് നിരന്തരം ലിയോയെ ചീത്ത പറയുന്നത്. ഇതാരാ കക്ഷി എന്നറിഞ്ഞുകൂടാ, എന്ത് ചെയ്യും ലിയോ? പക്ഷേ ഈ ഘടോൽക്കജന് അറിയാം അവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസിന് ആരാണ് ഇവൻ യഥാർത്ഥത്തിൽ ഘടോൽക്കജൻ എന്നുള്ള പേരിൽ ചെയ്യുന്നത് എന്ന് അറിയാം എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഘടോൽക്കജൻ ചീത്ത വിളി നിർത്തും. കാരണം എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ട്. ആരെയും പേടിക്കാനില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ അവരുടെ ഐഡൻറ്റിറ്റി ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ള സിഗ്നൽ കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിനോടോ ഫേസ്ബുക്കിനോടോ ഒക്കെ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, വെൽ, ബട്ട് ഒരു കാര്യം മാത്രം, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കളിക്കുന്ന ആൾക്കാർ ഈ യൂട്യൂബിനോടും ഫേസ്ബുക്കിനോടും നിങ്ങൾക്ക് നുണ പറയാൻ പറ്റില്ല, അറിയാമോ? ഫേസ്ബുക്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കണം. എന്നിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന നിക്ക് നെയിം അതും കൊടുക്കണം. അപ്പോൾ ഫേസ്ബുക്കിന് അറിയാം ഈ ഘടോൽക്കജൻ എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ആരാണ്. ആ ഡീറ്റെയിൽ ഫേസ്ബുക്കിനോട് പറയുക, ഞങ്ങളുടെ ഒരു അതോറിറ്റിയിൽ ഈ ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണോ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് അയക്കുക, ജസ്റ്റ് ഫോർ അവർ നോളജ്. ഇൻ കേസ് അയാൾ വേണ്ടാതിനം കാണിക്കുകയാണെങ്കിൽ അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്ത് അയാളുടെ ഇത് എടുത്ത് കളയാൻ, അയാളുടെ ID എടുത്ത് കളയാനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ഇത് അവരും കൂടെ സഹകരിച്ചാൽ ഇത് നടക്കുകയുള്ളൂ. യെസ്. അവർ സഹകരിച്ചില്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ടി വരും. ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് കുറെ കൂടെ ഗുരുതരമായിരിക്കും. കറക്റ്റ്. ഇതൊക്കെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, സുപ്രീം കോടതി, ഈ 3 കോടതികളിൽ ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ട്വിറ്റർ, എക്സ് എന്ന് പറയുന്നത്. മലയാളികൾ എക്സ് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം
മലയാളികൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഫേസ്ബുക്കാണ് മലയാളികളുടെ വിഹാരരംഗം. ബട്ട് ഒരുപാട് അട്ടിമറികളും സംഗതിയും ഒക്കെ നടക്കുന്നത് എക്സിലാണ്. ഈ CJPയുടെ തന്നെ നോക്കൂ, എക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് ആദ്യം ബ്ലോക്കായത്. അത് സർക്കാർ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു, അല്ല, എക്സ് തന്നെ ബ്ലോക്ക് ചെയ്യായിരുന്നു അത്. കാരണം ഈ കള്ള ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ ബോട്ട് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരാളില്ല, പക്ഷെ ഒരാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടി ഈ അഭിജിത്ത് ദീപ്കെ. അത് അറിഞ്ഞിട്ട് എക്സ് തന്നെ അഭിജിത്തിനെ ബ്ലോക്ക് ചെയ്തു. അത് സർക്കാർ ബ്ലോക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞുകൊണ്ട് സർക്കാരൊന്നും ചെയ്തിട്ടില്ല അതിൽ. വാസ്തവത്തിൽ അഭിജിത്ത് ദീപ്കയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു വിഷയം വളരെ സങ്കീർണമാണ്. സർക്കാരിൻ്റെ അതീവ ശ്രദ്ധയോടെയുള്ള ഇടപെടൽ അനിവാര്യമാണ്. സ്വാതന്ത്ര്യം എന്നുള്ളത് അനിവാര്യമാണ്, പക്ഷേ അത് അതിരുവിടാതിരിക്കുവാനുള്ള നടപടികളുണ്ടാകണം. അത് ഇൻ്റർനെറ്റിലും അനിവാര്യമാണ്. പക്ഷേ അതിരുവിടുന്നു ചിലർ എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാവർക്കും നിയന്ത്രണം അടിച്ചേൽപ്പിച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശവിരുദ്ധർ, രാജ്യവിരുദ്ധർ, അത്തരത്തിലുള്ള ശക്തികൾ ഒക്കെ തന്നെ പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകുന്നു നമുക്കെതിരെ എങ്കിൽ അവിടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനമാണ് കൂടുതൽ ആക്റ്റീവായി ഇടപെട്ടവയൊക്കെ തന്നെ നള്ളിഫൈ ചെയ്യേണ്ടത്. അല്ലാതെ സത്യസന്ധമായ വിമർശനം ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് ഈ ചർച്ച ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും പരമ്പരാഗത മാധ്യമങ്ങൾ സത്യം മറച്ചു വയ്ക്കുമ്പോൾ യൂട്യൂബേഴ്സൊക്കെ തന്നെ പലപ്പോഴും അത് തുറന്നു കാണിക്കാറുണ്ട് എന്നുള്ള കാര്യവും നമ്മളിവിടെ ഊന്നി പറയുകയാണ്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.